കാർഷിക വാർത്തകൾ. കുരുമുളക് വിളവെടുപ്പ് അവസാന ഘട്ടത്തിൽ. ഉൽപ്പാദനം ചുരുങ്ങിയത് വില വർധനയ്ക്ക് കാരണമായേക്കും. ആഗോള വിപണിയിൽ റബ്ബറിന് തിരിച്ചടി. രാജ്യത്ത് കാപ്പി ഉൽപ്പാദനം ചുരുങ്ങി. കാർഷിക മേഖല കുരുമുളക് വിളവെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ. ഏപ്രിലിന് മുമ്പേ പൂർണ്ണമായി കുരുമുളക് മണികൾ പറിച്ചെടുക്കാനാവുമെന്ന് ചെറുകിട ഉൽപ്പാദകർ വ്യക്തമാക്കുമ്പോഴും പല വൻകിട തോട്ടങ്ങളിലും തൊഴിലാളി ക്ഷാമം മൂലം മൂപ്പുകൂടിയ മുളക് മണികൾ അടർന്നു വീഴുന്നത് തിരിച്ചടിയായി. ഉൽപാദനം കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ചുരുങ്ങിയതിനാൽ വിളവെടുപ്പ് നേരത്തെ പൂർത്തിയാക്കാൻ പലർക്കുമായി. കൊച്ചി ടെർമിനൽ മാർക്കറ്റിൽ നിത്യേന 50 ടൺ താഴെ കുരുമുളക് മാത്രമാണ് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത്. മുൻ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ മാർച്ച് ആദ്യവാരം വരവ് 100 ടണ്ണിൽ അധികമാണ്. വിപണിയിൽ വരവ് ചുരുങ്ങിയത് വിലക്കയറ്റത്തിന് അവസരമൊരുക്കി. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ വിളവെടുപ്പ് പൂർത്തിയാകുന്നതോടെ നിരക്ക് 66,000-ൽ നിന്നും 70,000-ത്തെ ലക്ഷ്യമാക്കുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം. കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ വില 49,000 രൂപ മാത്രമായിരുന്നു. വരണ്ട കാലാവസ്ഥയിൽ റബ്ബർ തോട്ടങ്ങളിൽ ഇലപ്പൊഴിച്ചിൽ വ്യാപകമായതോടെ ടാപ്പിംഗ് നിർത്തി ഉൽപാദകർ രംഗം വിട്ടു. കൊച്ചി, കോട്ടയം, മലബാർ മേഖലകളിൽ ഷീറ്റ്, ലാറ്റക്സ് വരവ് ചുരുങ്ങിയത് വിലക്കയറ്റത്തിന് വഴിതെളിയിക്കുമെന്ന് ഉൽപാദന മേഖല വിലയിരുത്തി. എന്നാൽ ടയർ നിർമ്മാതാക്കളുടെ തണുപ്പൻ മനോഭാവം വിലക്കയറ്റത്തിന് തടസ്സമായി. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 192 രൂപയിലും ലാറ്റക്സ് 128 രൂപയിലുമാണ്. ഇതിനിടയിൽ രാജ്യാന്തര വിപണിയിൽ റബ്ബർ അവധി വിലകൾ നവംബർ മധ്യത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് നീങ്ങിയത് നിക്ഷേപകരെ വിൽപ്പനക്കാരാക്കി. ചൈനീസ് ടയർ മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് റബ്ബറിന് കുറഞ്ഞതും ഷീറ്റ് വിലക്കയറ്റത്തിന് തിരിച്ചടിയായി. രാജ്യത്ത് കാപ്പി ഉൽപാദനം ചുരുങ്ങിയത് വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ ഇറക്കുമതി രാജ്യങ്ങളെ പ്രേരിപ്പിക്കും. ഈ വർഷം ഉൽപാദനത്തിൽ 10% കുറവാണ് കണക്കാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ അറബിക്ക, റോബസ്റ്റ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രാജ്യാന്തര വിപണിയിലേക്ക് ഏറ്റവും കൂടുതൽ കാപ്പി കയറ്റുമതി നടത്തുന്നത് ബ്രസീലും വിയറ്റ്നാമുമാണ്. ഇരു രാജ്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവ് ചുരുങ്ങിയത് ദക്ഷിണേന്ത്യൻ കാപ്പിക്ക് ഡിമാൻഡ് ഉയർത്തും. വയനാട്ടിൽ കാപ്പി പരിപ്പ് കിലോ 455 രൂപയിലും ഉണ്ടക്കാപ്പി 54 കിലോ 14,000 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ അറബിക്കയ്ക്ക് നല്ല കാലം. മൊത്തം കാപ്പി കയറ്റുമതിയിൽ ഇടിവുണ്ടെങ്കിലും അറബിക്ക വിഭാഗത്തിൽ 60% കയറ്റുമതി ഉയർന്നത്. ആഗോളതലത്തിൽ കാപ്പിയുടെ വിതരണത്തിലുണ്ടായ ക്ഷാമം കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൊത്തത്തിലുള്ള കാപ്പി കയറ്റുമതിയിൽ ഇടിവാണ്. എന്നാൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വിദേശ വാങ്ങലുകാരിൽ നിന്ന് ഇന്ത്യൻ അറബിക്കയ്ക്ക് ശക്തമായ ഡിമാൻഡാണുള്ളത്. കോഫി ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ആദ്യ 2 മാസങ്ങളിൽ നൽകിയ പെർമിറ്റുകളിൽ പ്രീമിയം അറബിക്ക പാർച്ച്മെന്റ് ഇനത്തിന് 64% വർദ്ധിച്ച് 9,881 ടണ്ണായി. ഒരു വർഷം മുമ്പ് ഇത് 6,025 ടണ്ണായിരുന്നു. ജനുവരി ഫെബ്രുവരി കാലയളവിൽ റോബസ്റ്റകളുടെ കയറ്റുമതി കുറവുണ്ടായി. വില ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ വിദേശ വാങ്ങലുകാർ നേരിട്ട് വാങ്ങുന്ന രീതിയിലേക്ക് തിരിയുകയാണ്. അറബിക്കയുടെ ഏറ്റവും വലിയ ഉൽപാദകർ ബ്രസീലാണ്. അതേസമയം റോബസ്റ്റ ബീൻസിന്റെ ഏറ്റവും വലിയ ഉൽപാദക രാജ്യം വിയറ്റ്നാമാണ്. ഈ 2 മുൻനിര ഉൽപാദകരുടെയും കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉൽപാദനത്തെ ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ ചൂടിൽ ഉൽപ്പാദനം ഇടിഞ്ഞതോടെ മാലി മുളകിന് വില വർദ്ധിച്ചു. സാധാരണ മുളകിനേക്കാൾ മണവും രുചിയും കൂടുതലാണെന്നതാണ് മാലി മുളകിനെ വ്യത്യസ്തമാക്കുന്നത്. മാലി മുളക് അഥവാ ഉണ്ടമുളക് എന്നറിയപ്പെടുന്ന മുളക് വിഭാഗത്തിലെ ഈ വ്യത്യസ്തന് ഡിമാൻഡ് ഉയർന്നിരിക്കുകയാണ്. നവംബറിൽ 100 രൂപയായിരുന്ന മുളക് വില 180 മുതൽ 200 രൂപയാണ് നിലവിൽ. സാധാരണ മുളകിനേക്കാൾ മണവും രുചിയുമുണ്ട് എന്നതാണ് മാലി മുളകിന്റെ പ്രത്യേകത. ഒരു മുളക് ചെടിയിൽ നിന്നും ഒരു വർഷം 5 കിലോ വരെ വിളവ് ലഭിക്കും. വളരെ കുറഞ്ഞ പരിചരണം മാത്രമാണ് ഇവയ്ക്ക് ആവശ്യമായുള്ളൂ. എന്നാൽ വേനൽ ചൂട് ഇത്തവണ മുൻപേ എത്തിയതോടെ പലയിടങ്ങളിലും മുളക് കൃഷി നശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കർഷകരിൽ പലർക്കും ജലസേചന സൗകര്യത്തിന്റെ അഭാവം നേരിടുന്നുണ്ട്. 2024 ഏപ്രിലിൽ ഇടുക്കിയിലെ കമ്പോളങ്ങളിൽ 400 രൂപ വരെ മാലി മുളകിന് വില ഉയർന്നിരുന്നു. എന്നാൽ ഉൽപാദനം ഉയർന്നതോടെ ഇത് 100 രൂപയായി താഴ്ന്നു. ഇതോടെ കൃഷി ചെയ്ത കർഷകർക്ക് ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത അവസ്ഥയായി. അതേസമയം നിലവിലുള്ള ഉൽപാദനത്തിൽ ഇടിവുണ്ടായാൽ വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഴയും നിരവധി ജലാശയങ്ങളും ഉണ്ടായിട്ടും കേരളത്തിന് മത്സ്യകൃഷിയിൽ മികവ് പ്രകടിപ്പിക്കാനാവുന്നില്ല. മത്സ്യകർഷകർക്ക് നബാർഡ് മുഖേന കേന്ദ്ര സഹായം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിൽ മഴയും അനേകം ജലാശയങ്ങളും ഉണ്ടായിട്ടും മത്സ്യകൃഷിയിൽ മികവ് പ്രകടിപ്പിക്കാനാകാത്തത് പരിശോധിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ ഉൾനാടൻ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി കർഷകർക്കുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മത്സ്യകൃഷി പദ്ധതിക്കായി സൊസൈറ്റികൾ രൂപവൽക്കരിച്ചുകൊണ്ട് കർഷകർക്ക് നബാർഡ് മുഖേന കേന്ദ്ര ധനസഹായം ലഭ്യമാക്കും. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാൽ ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപ കേന്ദ്ര ധനസഹായമായി അനുവദിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്ര ഉൾനാടൻ മത്സ്യ ഗവേഷണ സ്ഥാപനം കൊച്ചി കേന്ദ്രത്തിന്റെ സഹായത്തോടെയും പാലക്കാട് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന 50ഓളം പേർക്ക് ശാസ്ത്രീയ മത്സ്യകൃഷിയെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകും. പാലക്കാട് ജില്ലയിൽ കാര്യമായി വ്യാപകമല്ലാത്ത കരിമീനാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 193, RSS 5 189, ലാറ്റക്സ് 135, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 375, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 68,000, കുരുമുളക് അൺഗാർബിൾ 66,000, ഏലക്ക 2700 മുതൽ 2750 വരെ, വെളിച്ചെണ്ണ 22,700, കൊപ്ര 17,300, ചുക്ക് 22,500.